പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്, ഞാൻ മുമ്പ് 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ എങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഫോണിൽ തന്നെ സെറ്റിംഗ്സ് ഉണ്ട്. അങ്ങനെ ആപ്ലിക്കേഷൻ നമുക്ക് പാസ്വേഡ് ഇട്ട് ഹൈഡ് ചെയ്ത് വെക്കാം എന്നുള്ളത്. അത് വിവോയുടെ സെറ്റിലും അത് പോയിട്ട് OnePlusന്റെ ഫോണിലും സാംസങ്ങിന്റെ ഫോണിലും എല്ലാം ഞാനത് ചെയ്ത് അത് വീഡിയോ ആക്കിയിട്ടുണ്ട്. 2 വീഡിയോ ഉണ്ട്, ചാനലിലുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കാണാവുന്നതാണ്. ഇത് നമുക്കറിയാം, നമുക്ക് പലർക്കും അറിയാവുന്ന കാര്യമാണ്. നമുക്ക് ഈ ഡിസ്പ്ലേ എന്ന ആപ്ലിക്കേഷൻ നമുക്ക് സ്വകാര്യമായിട്ട് ഒളിപ്പിച്ച് വെക്കാം. സെറ്റിംഗ്സിൽ തന്നെ ഉണ്ട്. പാസ്വേഡ് ഇട്ട് നിങ്ങൾ ഇതുപോലെ ഹൈഡ് ചെയ്ത് ചില ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എങ്കിൽ, നിങ്ങൾ അഥവാ ഈ പാസ്വേഡ് മറന്നുപോയാൽ അത് റിക്കവർ ചെയ്ത് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് 76,000 വ്യൂസ് ഉണ്ടായിരുന്നു. അതിലൊരു കമന്റ് ഇന്ന് എനിക്ക് കാണാനിടയായി. ഇത് പാസ്വേഡ് മറന്നുപോയാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കമന്റ് കാണാനിടയായി. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ച പാസ്വേഡ് നമ്മൾ മറന്നുപോയാൽ എന്ത് ചെയ്യും, അതാണ് ഇന്നത്തെ വീഡിയോയുടെ സബ്ജക്റ്റ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇത് നിങ്ങൾക്ക് അറിയാം, ഇതുപോലെ ഹൈഡ് ചെയ്ത് വെക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ആ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിനു ശേഷം അതിലേക്ക് പോവുക. പോയതിനു ശേഷം നമുക്കറിയാം, ഇപ്പൊ നമുക്ക് പാസ്വേഡ് അറിയാമല്ലോ. ആ ഹൈഡ് ആപ്സ് എടുക്കുക. അതിനുശേഷം നമ്മൾ പാസ്വേഡ് കൊടുത്ത് അകത്ത് പ്രവേശിക്കുക. ഞാനിപ്പോൾ അതുപോലെ ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും, ആപ്ലിക്കേഷനിൽ ഇപ്പോൾ ഫേസ്ബുക്ക് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാം കാണാൻ സാധിക്കും. തിരിച്ച് നമുക്ക് ഇവിടെ ടോപ്പിലൊരു ഗിയർ ഐക്കൺ കാണാൻ സാധിക്കും, സെറ്റിംഗ്സിന്റെ ഐക്കൺ കാണാൻ സാധിക്കും. നമുക്ക് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ പ്രൈവസി പാസ്വേഡ് എന്ന ഫസ്റ്റ് ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ അതെന്ത് ചെയ്യണം, ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് നമ്മുടെ പാസ്വേഡ് കൊടുക്കുക. ഇവിടെ നമുക്ക് താഴെ 2 ഓപ്ഷൻ കാണാൻ സാധിക്കും. ഒന്ന് ക്വസ്റ്റ്യൻ, 2 റിക്കവറി ഇമെയിൽ. ഇത് രണ്ടും നമ്മളൊന്ന് സെറ്റാക്കി വെക്കുക. ഒന്ന് ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. ഇതിൽ നമുക്ക് സാധാരണ നമ്മളെ പാസ്വേഡ് മറന്നുപോയാൽ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫോർഗോട്ട് കൊടുക്കാൻ സമയത്ത് അത് കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻപത്തെ അധ്യാപികയുടെ പേരാണ് ഇത് കാണിച്ചിരിക്കുന്നത്, ഡിഫാൾട്ടായിട്ടുള്ളത്. പക്ഷെ ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ ആരോ മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നമുക്ക് നമ്മുടെ മദറിന്റെ പേര്, അച്ഛന്റെ പേര്, അങ്ങനെ നമ്മൾ പഠിച്ച സ്കൂള്, അങ്ങനെ കുറച്ച് അമ്മയുടെ പേര് ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ മദർ നെയിം എന്ന് വന്നിട്ടുണ്ട്. ഈ നെയിം നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കാര്യം ഇത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്, നമ്മൾ എല്ലാത്തിലും പാസ്വേഡ് ഇങ്ങനെ കൊടുക്കുന്നതിന്റെ പേരിൽ നമുക്ക് പാസ്വേഡുകൾ മനസ്സിൽ നിൽക്കത്തില്ല, നമ്മൾ മറന്നുപോകും, സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മുടെ അമ്മയുടെ പേര് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ലല്ലോ. അതിങ്ങനെ മറക്കാത്ത കാര്യങ്ങൾ, നമ്മൾ പെട്ടെന്ന് മറക്കാത്ത കാര്യങ്ങളായിരിക്കണം ഇവിടെ കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ അമ്മയുടെ പേര് കൊടുത്തു, ടിക്ക് മാർക്കിൽ ടിക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് റിക്കവർ ഇമെയിൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഒരു മെയിൽ ഐ ഡി വെച്ചും ഇത് റിക്കവർ ചെയ്തെടുക്കാമെന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പാസ്വേഡ് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, നമ്മുടെ ഒരു മെയിൽ ഐ ഡി, മെയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മെയിൽ ഐ ഡി ഫേക്ക്, ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മെയിൽ ഐ ഡി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൺഫേം കൊടുത്തു. ഇത്രയും ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നേരെ ഹൈഡ് ആപ്സിൽ വരണം. ഇത് ഇത്രയും നമ്മൾ കൊടുത്ത് വെച്ച് പാസ്വേഡ് ഇട്ട് കഴിഞ്ഞാൽ ഉള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിത് മറന്നുപോയാലും നമുക്ക് ആപ്ലിക്കേഷൻ തിരിച്ച് ഡിസ്പ്ലേയിൽ കൊണ്ടുവരാം. ആപ്സ് ഞാൻ വീണ്ടും ക്ലിക്ക് ചെയ്തു, റോങ് പാസ്വേഡ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും റോങ് ആയിട്ടുള്ളതാണ്. കാര്യം നമ്മൾ പാസ്വേഡ് മറന്നുപോയല്ലോ, അപ്പോൾ നമുക്കത് അറിയില്ല. അതുകൊണ്ട് ഇവിടെ റോങ് ആണ് കൊടുത്തിരിക്കുന്നത്, റോങ് ആണെന്ന് അവർ എഴുതി കാണിച്ചിട്ടുണ്ട്. അത് പോയിട്ട് നമുക്കിവിടെ ഫോർവേഡ് പാസ്വേഡ് എന്നുള്ള ഒരു ഓപ്ഷനും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ നമ്മൾ നേരത്തെ കൊടുത്ത 2 കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. ഒന്ന് റീസെറ്റ്, നമുക്ക് ക്വസ്റ്റ്യനിലൂടെ റീസെറ്റ് ചെയ്തെടുക്കാം. 2 റിക്കവറി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമെയിൽ വഴി നമുക്ക് റിക്കവർ ചെയ്തെടുക്കാം. ഇത് രണ്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം നമ്മുടെ ക്വസ്റ്റ്യൻ വഴിയുള്ള നമുക്ക് നോക്കാം. അതൊന്ന് ഞാൻ എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അമ്മയുടെ പേരാണല്ലോ ഞാൻ കൊടുത്തിട്ടുള്ളത്, അത് ഞാനൊന്ന്
ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ്. കൺഫേം കൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും പുതിയ പാസ്വേഡ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഇവിടെ അവർ കൊടുത്തിട്ടുള്ളത്. 6 അക്കത്തിലുള്ള പാസ്വേഡ് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുക. ഇവിടെ കൊടുക്കുക 6 അക്കത്തിലുള്ള പാസ്വേഡ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാൻ 6 അക്കത്തിലുള്ള ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യുകയാണ്. അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? പാസ്വേഡ് കൊടുക്കുക. വീണ്ടും അതേ പാസ്വേഡ് വീണ്ടും കൊടുക്കുക. അപ്പോൾ അത് കൺഫേം ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ആപ്ലിക്കേഷനിൽ നമുക്ക് പുതിയ പാസ്വേഡ് ഇട്ട് ഇതുപോലെ പ്രവേശിക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. ഫേസ്ബുക്ക് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് രണ്ടാമത്തെ റിക്കവറി രീതി ഞാൻ പറഞ്ഞുതരാം. വീണ്ടും ഞാൻ റോങ് പാസ്വേഡ് കൊടുക്കുകയാണ്. വീണ്ടും ഫോർവേഡ് പാസ്വേഡ് കാണിച്ചു. അതിനുശേഷം നമ്മുടെ മെയിൽ വഴി അടുത്ത് ഞാൻ റീസെറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. റിക്കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ കൊടുത്ത മെയിൽ ID ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. മെയിൽ ID വഴി ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. അത് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. വീണ്ടും നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ വീണ്ടും പാസ്വേഡ് ഞാൻ ചേഞ്ച് ചെയ്യുകയാണ്. ഇപ്പോൾ എന്താണ്? പുതിയ ഒരു പാസ്വേഡ് കിട്ടി. അതുകൊണ്ട് ഞാനിതാ ഇവിടെ തുറന്ന് ഹൈഡ് ചെയ്തിങ്ങനെ ആപ്ലിക്കേഷൻ എന്ത് ചെയ്താണ്, ഞാൻ ഹൈഡ് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ നോക്കാം, ഫേസ്ബുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ, അഥവാ ഹൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിന്റെ പാസ്വേഡ് നമ്മൾ മറന്നുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ 2 കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യന്റെ ആൻസറും അത് പോയിട്ട് നമ്മുടെ ഒരു മെയിൽ ID നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെയിൽ ID-യിലും അത് എൻ്റർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മറന്നുപോയാലും നമുക്ക് റിക്കവർ ചെയ്തിട്ട് അടുത്ത പുതിയ പാസ്വേഡ് ഇട്ട് വീണ്ടും റിക്കവർ ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങളിത് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇത് ശ്രദ്ധിച്ചു നോക്കുക. മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. ചോയ്സ്.